മ്യാൻമറിലെ രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ സഹായവുമായി ഭാരതം. 80-അംഗ NDRF സംഘം മ്യാൻമറിലേക്ക് തിരിച്ചു. മ്യാൻമറിലെ ഭരണ നേതൃത്വവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചിരുന്നു. എല്ലാ സഹായവും ഭാരതം വാഗ്ദാനം ചെയ്തു. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, മരണം 1000 കടന്ന ഒരു സാഹചര്യമുണ്ട് മ്യാൻമറിൽ. ഭാരതം വലിയ സഹായവുമായി അങ്ങോട്ടേക്ക്, ഭാരതത്തിന്റെ ദൗത്യം അങ്ങോട്ടേക്ക് തിരിച്ചിരിക്കുകയാണ്. 80-അംഗ NDRF സംഘം മ്യാൻമറിലേക്ക് തിരിച്ചു. മറ്റെന്തെല്ലാം വിവരങ്ങളാണ് നൽകാൻ കഴിയുക? നൽകുന്ന ഒരു നീക്കങ്ങളാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും ഭാരതം വലിയൊരു ഇടപെടൽ തന്നെയാണ് ഇക്കാര്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 80ഓളം അംഗങ്ങളുള്ള സ്പെഷ്യലിസ്റ്റുകൾ, അതായത് ഈ ഭൂകമ്പം രക്ഷാപ്രവർത്തനങ്ങളിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ സാധ്യമായ ഒരു വിഭാഗത്തെ, NDRFന്റെ ഒരു വിഭാഗത്തെയാണ് ഇപ്പോൾ അവിടേക്ക് അയച്ചിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അവർ അവിടേക്ക് അല്പസമയം മുമ്പ് പുറപ്പെട്ടു എന്നും അറിയാൻ സാധിക്കുന്നു. നേരത്തെ എവിടെ നിന്ന് വലിയ തോതിൽ അയച്ച സഹായ സാമഗ്രികളെല്ലാം തന്നെ മ്യാൻമാറിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മരണം 1000 കടന്ന ഒരു സാഹചര്യത്തിൽ മ്യാൻമാറിന്റെ പട്ടാള ഭരണാധികാരിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. എല്ലാ സഹായങ്ങളും പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. തൊട്ടു പിന്നാലെ തന്നെ NDRF സംഘം രംഗത്ത് അവിടേക്ക് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സൈന്യത്തിന്റെ ഒരു അടിയന്തര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വിമാനത്തിലാണ് അടിയന്തരമായി ഈ NDRF അംഗങ്ങളെല്ലാം തന്നെ മ്യാൻമാറിലേക്ക് തിരിച്ചിരിക്കുന്നത്. മ്യാൻമാറിലെത്തി ഇവർക്ക് നിശ്ചയിക്കുന്ന പ്രദേശത്തെത്തി കൃത്യമായ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുകയും അതിനുള്ള നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും ഏറെ ഗൗരവമുള്ളൊരു സംഭവ വികാസങ്ങളാണ് മ്യാൻമാറിൽ നിന്നും പുറത്തു വരുന്നത്. 1000-ലേറെ പേർ കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് വിവരം. മാത്രമല്ല, നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം തന്നെ തകർന്ന ഒരവസ്ഥയുണ്ട്. ഭൂകമ്പത്തിന്റെ എല്ലാ ദുരന്തങ്ങളും ആ പ്രദേശങ്ങളിലാകെ അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെ മ്യാൻമാറിലും ബാങ്കോക്കിലും ഇത്തരത്തിൽ വൻതോതിലുള്ള നഷ്ടങ്ങളും നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. തുടർച്ചയായി രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതും അതുപോലെ തന്നെ കാണാതായ നിരവധി പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടാവുകയുമെല്ലാം ചെയ്തത്. ഇപ്പോൾ നിലവിലെ വിവരങ്ങൾ അനുസരിച്ച് 1000-ലേറെ പേർ കൊല്ലപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്ന ഏറ്റവും പുതിയ വിവരം. നീലിമ. ശരി, ഐസനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മ്യാൻമാറിന് കൈത്താങ്ങാകുകയാണ് ഭാരതം. 80-അംഗ NDRF സംഘം മ്യാൻമാറിലേക്ക് തിരിച്ചു. ഒട്ടേറെ സഹായമാണ് ഭാരതം മ്യാൻമാറിനായി കരുതി വച്ചിരിക്കുന്നത് ഇപ്പോൾ.